വാർത്തകൾ വിശദമായി. 9 മാസമായി ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഹാരിസൺ മുപ്ലി എസ്റ്റേറ്റിലെ താൽക്കാലിക തൊഴിലാളികൾ സമരം നടത്തി. കാരിക്കുളം ഡിവിഷനിലെ തൊഴിലാളികളാണ് സമരം നടത്തിയത്. സൽമ, സുബൈദ, സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. മാർച്ച് മാസത്തിൽ മുഴുവൻ സംഖ്യയും തന്നു തീർക്കാമെന്ന വ്യവസ്ഥ കമ്പനി പാലിച്ചില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. ഞങ്ങൾക്ക് പൈസ കിട്ടിയിട്ട് 5-6 മാസത്തിന് മുകളിലായി. ഈ ഒരു വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ പൈസ കിട്ടാത്ത കാരണം. ഞങ്ങൾ കുറേയൊക്കെ ഇവരായിട്ട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവർ ഒരാഴ്ചത്തെ കാശ് ഞങ്ങൾക്ക് ഇട്ട് തരും. ഒന്നല്ലെങ്കിൽ 3000 രൂപ അല്ലെങ്കിൽ 2500 രൂപ. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങളുടെ കുട്ടികളൊക്കെ പഠിക്കുന്നവരാണ്, അവർക്ക് ബസ് കാശ് വേണം. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ഇത് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളെ ഭർത്താക്കന്മാർ ചിലരൊക്കെ അസുഖമായിട്ടിരിക്കുന്നവരാണ്. ഈ ഒരാളുടെ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ജോലി ചെയ്തിട്ടൊരു ഏകദേശം 6 മാസത്തിലേറെയായി കൂലി പൈസ കിട്ടിയിട്ട്. പൈസയുടെ കാര്യം ഇവിടെ ചോദിക്കുകയാണെങ്കിൽ അവർ പറയുന്നത് ഒന്നില്ലെങ്കിൽ ഏറ്റവും കുറവ് ആഴ്ചകൾ പണിയെടുത്ത 2-3 ദിവസമോ പണിയെടുത്ത ആ ബില്ല് ഒരാഴ്ചയിലിട്ട് എല്ലാവരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് വീണ്ടും പണിക്കിറക്കുകയാണ്. ഇപ്പോൾ പൈസ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പൈസ കിട്ടാതെ ഞങ്ങൾ ഇനി ആരും ജോലിക്ക് ഇറങ്ങില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉറച്ചു നിൽക്കുന്നത്. കൂടാതെ ജോലിക്കിടെയുണ്ടായ അപകടത്തിൽ കൈക്ക് പരിക്കേറ്റ തൊഴിലാളിക്ക് ചികിത്സാ സഹായം നൽകുവാനും മാനേജ്മെന്റ് തയ്യാറായില്ലെന്നും ആരോപണമുയരുന്നുണ്ട്. ഞങ്ങൾക്ക് 1 ലക്ഷം, 1.5 ലക്ഷം, 75,000, 70,000 വരെ കിട്ടാനുണ്ട് ഓരോരുത്തർക്ക്. പിന്നെ ഈ പണി സമയത്ത് ഒരാൾക്ക് ആക്സിഡന്റ്, ഇത് കൈ മുറി പറ്റി. ആ കൈ മുറി പറ്റിയിട്ട് ഈ കമ്പനി 10 പൈസ തന്നില്ല. 75 ജോലിയുണ്ട് ദിവസം. ആ ആൾക്ക് 10 രൂപ 10 ദിവസത്തേക്ക് വേണ്ടിയിട്ട് വരെ കൊടുത്തില്ല. അങ്ങനെയാണ് ഈ കമ്പനീൻ്റെ അവസ്ഥ. ഞങ്ങൾക്ക് എന്തായാലും 10-70,000 രൂപ വീതം ചുരുങ്ങിയത് ഒരാൾക്ക് കിട്ടാനുണ്ട്. അത് കിട്ടിയാലേ ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുള്ളൂ. പിന്നെ ഈ റംസാൻ മാസം കാലത്തിലും നോൽമ്പും നോറ്റും ഞങ്ങൾ ഇവിടെ വന്ന് കുത്തിരിക്കുന്നത്. മുഴുവൻ ശമ്പള തുകയും ലഭ്യമാകുന്നതുവരെ സമരം തുടരുമെന്ന നിലപാടിലാണ് തൊഴിലാളികൾ.